أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإنك لتلقى القرآن من لدن حكيم عليم. إذ قال موسى لأهله إني آنست نارا سآتيكم منها بخبر أو آتيكم بشهاب قبس لعلكم تصطلون. فلما جاءها نودي أن بورك من في النار ومن حولها وسبحان الله رب العالمين. يا موسى إنه أنا الله العزيز الحكيم وألق عصاك. فلما رآها تهتز كأنها جان ولا مدبرا ولم يعقب. يا موسى لا تخف إني لا يخاف لدي المرسلون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1299 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27ാമത്തെ അധ്യായമായ സൂറത്തുൽ നംലിൻ്റെ പഠനത്തെ തുടർന്നുള്ള 2ാം ദിവസ ചർച്ചയാണിന്ന്. ചർച്ചക്കാരൻ പങ്കെടുക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇന്നക ലതുലഖൽ ഖുർആന മിൻ ലദുൻ ഹകീമിൻ അലീം. ഇദ് ഖാല മൂസാ ലിഅഹ്ലിഹി ഇന്നി ആനസ്തു നാറൻ سآتيكم منها بخبر أو آتيكم بشهاب قبس لعلكم تصطلون. فلما جاءها نودي أن بورك من في النار ومن حولها وسبحان الله رب العالمين. يا موسى إنه أنا الله العزيز الحكيم وألق عصاك. فلما رآها تهتز كأنها جان ولا مدبرا ولم يعقب. يا موسى لا تخف إني لا يخاف لدي المرسلون. صدق الله العلي العظيم. സൂറത്തുൽ നംലിലെ തുടക്കത്തിലുള്ള ഏതാനും ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ നംലിന്റെ പഠനം വിശദമായി തന്നെ നമ്മൾ ആഴ്ചകൾ എടുത്തുകൊണ്ട് പൂർത്തിയാക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഈ സൂറത്തുമായി ബന്ധപ്പെട്ടതും സൂറത്തുമായി നേരിട്ട് ബന്ധമില്ലാത്ത എന്നാൽ ഖുർആൻ പഠനത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രസക്തമായ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടത് കൈകാര്യം ചെയ്തു വരികയാണ്. ഒരു ദിവസം നമ്മൾ അതിനുവേണ്ടി പൂർണ്ണമായി ചെലവഴിക്കുകയുണ്ടായി. സൂറത്തുൽ നംലിലെ ശ്രദ്ധേയമായ ചില ചരിത്ര വസ്തുതകളും വളരെ പ്രസക്തമായ ചിന്തോദ്ദീപകമായ മനുഷ്യയുക്തിയെ തട്ടിയുണർത്തുന്ന നിരീക്ഷണങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് കാണുകയുണ്ടായി. അതിനെ തുടർന്നാണ് നമ്മുടെ ഈ ചർച്ച ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടും പൊതുവായും ഒക്കെ ഉള്ളത് നടക്കുന്നത്. ഇന്നലെ ഉന്നയിക്കപ്പെട്ട മറ്റൊരു ചോദ്യം അത് മലപ്പുറത്ത് ഉള്ള എൻ്റെ സുഹൃത്ത് അബ്ദുറഹ്മാൻ ഉന്നയിച്ചൊരു ചോദ്യമാണ്. ചില പണ്ഡിതന്മാർ ഖുർആനെ അബദ്ധജടിലമായ വിധത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അവര് ഖുർആൻ പരാമർശിക്കുന്ന മുഅ്ജിസാത്തുകളെ, പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകളെ വളരെ സാധാരണത്വമുള്ള വിധത്തിൽ വിവരിക്കുന്നു, ആ വിധത്തിൽ വിശദീകരിക്കുന്നു.
അത് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം ഉൾക്കൊള്ളുന്നതിന് പ്രയാസം സൃഷ്ടിക്കുന്ന വിധത്തിലായി മാറുകയാണ്. ഒരു നമ്മുടെ കാലഘട്ടത്തിൽ നമുക്കിടയിൽ ജീവിച്ച് ഇരിപ്പുള്ള ഒരാള് ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നിരീക്ഷിച്ച ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. സ്ത്രീകൾ പ്രവാചകന്മാരായി നിയോഗിക്കപ്പെടുകയുണ്ടായിട്ടുണ്ട്. മറിയം, ഖദീജ, അതുപോലെ ഇമ്രഅത്ത് ഫിറഔൻ, ഇവരൊക്കെ പ്രവാചകന്മാരായിരുന്നു. അവർക്കൊക്കെ വഹി ലഭിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വഹി നൽകപ്പെട്ടവരായിട്ട് ഖുർആനിൽ പരാമർശിക്കപ്പെടുന്ന വേറെയും പലരും ഉണ്ട്. തേനീച്ചയും ഉറുമ്പും ഒക്കെ തന്നെ. അപ്പോ അവരും പ്രവാചകന്മാരായിട്ട് പരിഗണിക്കപ്പെടാവോ എന്നതാണ് ഇദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ചോദ്യം. പുരുഷ മേധാവിത്വം സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി പൗരോഹിത്യം സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ പ്രവാചകന്മാരായി നിയോഗിക്കപ്പെട്ടവരെ അവഗണിക്കുകയും തമസ്കരിക്കുകയും ചെയ്യുകയാണ് എന്നാണ് ഇവിടെ പരാമർശിക്കപ്പെട്ട വ്യക്തി ഖുർആനെ മുൻനിർത്തിക്കൊണ്ട് പറയുന്നത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. ഇവിടെ ഒരു നിരീക്ഷണമാണ്, വേണ്ടത്ര ഒരു ചോദ്യത്തിന്റെ ഒരു സ്വഭാവത്തിൽ അല്ല കൂടുതലായിട്ട് ഇതുള്ളത്. വിശുദ്ധ ഖുർആനെ ഉൾക്കൊള്ളുന്ന ആളുകള്, അത് പഠന വിധേയമാക്കുന്ന ആളുകള് രണ്ടു വിധത്തില് അതിന്റെ വിശദീകരണങ്ങൾ എഴുതാറുണ്ട്, അല്ലെങ്കിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് സംസാരിക്കാറുണ്ട്. ഒന്ന്, വിശുദ്ധ ഖുർആന്റെ അകക്കാമ്പ് ഉൾക്കൊണ്ടുകൊണ്ട്, അതിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട്, അതിന്റെ ദൗത്യം എന്താണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു വിശദീകരണം. മറ്റൊന്ന്, അവരുടെ മനോവിലാസങ്ങൾക്ക് അനുസരിച്ചുള്ള ഖുർആന്റെയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം കൊണ്ടുള്ള വിശദീകരണങ്ങളെയോ ആശ്രയിക്കാതെ കണ്ട് അവർക്ക് തോന്നിയ പോലെയുള്ള ചില വിശദീകരണങ്ങൾ നൽകുക എന്ന ഒരു കാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. മനസ്സിലാക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, ഖുർആനിലാണ് അള്ളാഹു പ്രാമാണികത നൽകിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനും പ്രാമാണികതയുണ്ട്. കാരണം ഖുർആൻ തന്നെ നിർദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ അനുസരിക്കാനും അതേപോലെ തന്നെ അവന്റെ ദൂതനെ അനുസരിക്കാനുമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾക്ക്, സുന്നത്തിന് അഥവാ നബിയുടെ ചര്യക്ക് തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട്, പ്രാമാണികതയുണ്ട്. ഖുർആന് അതിനെ വായിച്ച പല നിലവാരത്തിലുള്ള ആളുകൾ നൽകിയിട്ടുള്ള വിശദീകരണത്തിന് അത് ഖുർആന്റെ ചൈതന്യത്തോട് യോജിക്കുമ്പോഴും അതിന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുമ്പോഴും മാത്രമാണ് എന്തെങ്കിലും നിലക്കുള്ള പ്രാധാന്യമുള്ളത്. ഖുർആൻ വിവർത്തനങ്ങളോ വ്യാഖ്യാനങ്ങളോ അല്ല പ്രമാണം. പ്രമാണം ഖുർആനാണ്. അതുപോലെ ഖുർആനിൽ തന്നെ പരാമർശിച്ച ഒരു കാര്യമാണ് യുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ എന്നത്. അള്ളാഹു ദൂതന്മാരെ നിയോഗിച്ചയച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ വേദം ജനങ്ങളെ പഠിപ്പിക്കുന്നതിനും അതേപോലെ തന്നെ അതിന്റെ പ്രായോഗിക ജ്ഞാനം പകർന്നു നൽകുന്നതിനും വേണ്ടിയാണ്. യുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ. കിതാബിന് ബാഹ്യമായിട്ടുള്ളതാണ് ഹിക്മത്ത്. യഥാർത്ഥത്തിൽ ആ കിതാബിന്റെ അടിസ്ഥാനത്തിൽ, ദൈവിക ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വിഷയങ്ങളിലും പ്രായോഗികമായിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് എന്നത് പഠിപ്പിക്കുന്ന കാര്യമാണ്. അത് പ്രവാചകന്മാർ ചെയ്യുന്ന ഒരു
ദൈവിക മാർഗദർശനം അനുസരിച്ച് തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതാണ് ഹിക്മത്തായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ രണ്ട് സംഗതികൾക്ക് പ്രാമാണികതയുണ്ട്. ഈ രണ്ട് സംഗതികളുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഖുർആനും ഹദീസും ആരെങ്കിലും വിശദീകരിക്കുന്നുവെങ്കിൽ അത് പ്രാധാന്യം കൈവരിക്കുന്നു എന്നതേ ഉള്ളൂ. അതല്ലാത്ത പ്രാമാണികത എന്നത് തഫ്സീറിനോ അല്ലെങ്കിൽ ഈ ഹദീസ് വിശദീകരണങ്ങൾക്കോ പ്രാമാണികത എന്നൊരു സംഗതി നമുക്ക് പറയാൻ വയ്യ. ആളുകൾ അവരുടെ സ്വന്തം നിലക്ക് ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് പല അജണ്ടകളും അതിന് കാണും. ഖുർആന്റെ ചൈതന്യം ഉൾക്കൊള്ളാതെ കണ്ട് ചില ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വിശദീകരണങ്ങൾ നൽകുക എന്നത് പല കാലഘട്ടങ്ങളിലും പലരും ചെയ്തിട്ടുള്ളതാണ്. നേരത്തെ ഓറിയന്റലിസ്റ്റ് സ്കോളേഴ്സ് ഇസ്ലാമിനെ വികലമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി പടിഞ്ഞാറൻ നാടുകളിൽ വ്യാപകമായി ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നിരന്തരം നടത്തിയിട്ടുള്ളതാണ്. പലപ്പോഴും യൂറോപ്പിലെയും അമേരിക്കയിലെയും ഒക്കെ പടിഞ്ഞാറൻ നാടുകളിലെ പൊതുവായി തന്നെ ഇസ്ലാമിന്റെ ഹക്ക് അന്വേഷിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭ്യമാവുന്ന പ്രാപ്യമാവുന്ന സ്രോതസ്സുകൾ അങ്ങനെയുള്ളതായിരുന്നു. ഈ ഓറിയന്റലിസ്റ്റ് സ്കോളേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിങ്ങളല്ല, ഇസ്ലാമിനെ ഉൾക്കൊണ്ട ആളുകളല്ല, ഇസ്ലാമിനെ വികലമായി ചിത്രീകരിക്കുന്ന പടിഞ്ഞാറൻ നാടുകളിലെ അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയിട്ടുള്ള പണ്ഡിതന്മാർ. അവര് മുസ്ലിങ്ങളല്ല, മിക്കവരും മുസ്ലിങ്ങളല്ല യഥാർത്ഥത്തിൽ. അവരുടേതായ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് പല വ്യാഖ്യാനങ്ങളും വിശദീകരണ കസർത്തുകളും ഒക്കെ നടത്തുന്നത് കാണാൻ കഴിയും. പടിഞ്ഞാറൻ നാടുകളിലുള്ള അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവർക്ക് എളുപ്പത്തിൽ ലഭ്യമായിരുന്നത് അത്തരം വിശദീകരണങ്ങളായിരുന്നു. അതുകൊണ്ടുണ്ടായ ഒരുപാട് സങ്കീർണതകൾ നമുക്കറിയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലും ഇത്തരം വഴിവിട്ട വിശദീകരണങ്ങൾ നൽകിക്കൊണ്ട് ഖുർആനെ തെറ്റായി റെപ്രസെന്റ് ചെയ്യാനും അവരുടെ കാലഘട്ടത്തിലുള്ള ഇസ്ലാം വിരുദ്ധരുടെ പിന്തുണ നേടാൻ ഉദ്ദേശിച്ചുകൊണ്ട് പല ഭൗതിക താല്പര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് അത്തരം സംഗതികളിൽ ഏർപ്പെടുകയും ചെയ്ത പണ്ഡിതന്മാര് നേരത്തെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കേരളത്തില് മലയാളത്തില് അങ്ങനെ രചന നടത്തിയ ആളുകൾ നമുക്ക് രണ്ടോ മൂന്നോ ഒക്കെ ഏതായാലും ശ്രദ്ധയിൽ കാണാൻ കഴിയും. അത്തരം വിശദീകരണ ശ്രമങ്ങൾ. അപ്പോൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം, ഒരിക്കലും തന്നെ ഖുർആൻ ആരെങ്കിലും നൽകുന്ന വിശദീകരണങ്ങൾ അപ്പടി കണ്ണ് ചിമ്മി വിഴുങ്ങാനുള്ളതാണ് എന്ന് നമ്മൾ കരുതരുത്. ഖുർആനെ ആണ് അള്ളാഹു പ്രാമാണികതയുള്ളതാക്കി വെച്ചിട്ടുള്ളത്. ഖുർആന് ആരെങ്കിലും നൽകുന്ന വിശദീകരണങ്ങൾക്കല്ല. വിശദീകരണങ്ങൾ ചിലപ്പോ നല്ല വിധത്തിൽ നടത്തിയതുണ്ടാകും, തെറ്റായ വിധത്തിൽ നടത്തിയതുണ്ടാകും. അത് തെറ്റായ വിധത്തിൽ നിർവഹിക്കപ്പെട്ടതിനെ കൈയൊഴിയാനും തഖ്വയോടുകൂടി നിർവഹിക്കപ്പെട്ടതിനെ സ്വീകരിക്കാനും ഓരോരുത്തരും ജാഗ്രത കാണിക്കുക എന്നത് മാത്രമാണ് അക്കാര്യത്തില് നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു പോംവഴി. ഇവിടെ സ്ത്രീകൾക്ക് വഹി ലഭിച്ചിട്ടുണ്ട്. ചില സ്ത്രീകൾക്ക് വഹി നൽകപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അവര് പ്രവാചകന്മാരായിരുന്നു എന്ന് പറയുന്ന വിശദീകരണം മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും ഫൂളിഷ് ആയിട്ടുള്ള ഒരു ഖുർആൻ വ്യാഖ്യാനമാണ്. വിശുദ്ധ ഖുർആനില് ഔഹ എന്ന പദം, വഹി നൽകപ്പെട്ടു അല്ലെങ്കിൽ നൽകി എന്ന് സൂചിപ്പിക്കുന്ന പദം പല സന്ദർഭങ്ങളിലായിട്ട് ഉപയോഗിക്കുന്നത് കാണാൻ കഴിയും. അതെല്ലായിടത്തും പ്രവാചകനാകാനുള്ള ഒരു നിബന്ധന എന്ന നിലക്കുള്ള വഹീനെ സൂചിപ്പിക്കുന്നതല്ല. ദൈവികമായ നിർദ്ദേശം നൽകുക, അവരുടെ മനസ്സിൽ ഒരു മാർഗദർശനം നൽകുന്ന വിധത്തിൽ ഒരു തോന്നൽ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിൽ മനുഷ്യരുടെ കാര്യത്തിൽ ഈ പദം പ്രയോഗിച്ച് കാണാൻ കഴിയും. ഒരാള് വഹി ലഭിച്ചതിനെ തുടർന്ന് പ്രവാചകനായിട്ട്
രംഗത്ത് വരുന്നത് ഒരു ദൗത്യം ചുമതലപ്പെടുത്തപ്പെടുമ്പോഴാണ്. ദൈവികമായി ഏതെങ്കിലും നിലക്കുള്ള മാർഗദർശനം ലഭിക്കുന്ന ഒരു ഒരു അഭൗമമായ വിധത്തിലുള്ള, ഉദാഹരണത്തിന് ഒരു ഇൽഹാം ഉണ്ടാവുക, ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ നല്ലൊരു സ്വപ്നം ഉണ്ടാവുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് മാർഗദർശനം നൽകുന്ന വിധത്തിലുള്ള ഒരു ചിന്ത മനസ്സിൽ രൂപപ്പെടുക. അതുപോലെ ദൈവിക വെളിപ്പാട് എന്ന വിധത്തിൽ ഇവിടെ ആ പദം ഉപയോഗിച്ചിരിക്കുന്നത് എല്ലായിടത്തും വെളിപ്പാടല്ല. മനസ്സിൽ ശരിയായ ഒരു തോന്നൽ ഉണ്ടാക്കുക, ഒരു ചിന്ത ഉണർത്തുക എന്ന അർത്ഥത്തിലൊക്കെ ഖുർആൻ അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഒരാള് പ്രവാചകനാവുന്നില്ല. പ്രവാചകന്മാര് ഒരു ദൗത്യം നിർവഹിച്ച ആളുകളാണ്. അവര് ഒരു നിശ്ചയിക്കപ്പെട്ട സമൂഹത്തിന് ദൈവിക മാർഗദർശനം നൽകുന്നതിന് വേണ്ടി ദൈവികമായി ചുമതലപ്പെടുത്തപ്പെട്ട ആളുകളും അത് നിർവഹിച്ച ആളുകളുമാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിൽ, ഉദാഹരണത്തിന് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാക്ക്, മൂസ അലൈഹി ഇസ്ലാമിനെ പ്രസവിച്ച ആ ആദ്യ ഘട്ടത്തില്, ആ തുടക്ക നാളുകളില് മൂസ അലൈഹി ഇസ്ലാമിന്റെ പിറവി സംഭവിച്ചതിന് ശേഷം ഈജിപ്തിൽ നിലനിന്നിരുന്ന വളരെ പ്രതികൂലമായ സാഹചര്യത്തില് ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി ദൈവികമായി ഒരു മാർഗദർശനം ലഭിച്ചു. അതാണ് കുഞ്ഞിനെ ഒരു പെട്ടി ഉണ്ടാക്കി ആ പെട്ടിയിൽ കിടത്തിയിട്ട് നദിയിൽ ഒഴുക്കാനുള്ള ഒരു ആശയം അവരുടെ മനസ്സിൽ രൂപപ്പെട്ടു വന്നു. ഒരു മരപ്പെട്ടി ഉണ്ടാക്കിയിട്ട് അതില് കുഞ്ഞിനെ കിടത്തി നദിയിൽ ഒഴുക്കിയാല് ആ കുഞ്ഞ് ഇസ്രായേൽ വംശത്തിൽ പിറക്കുന്ന ഓരോ കുഞ്ഞിനെയും, ഓരോ ആൺകുഞ്ഞിനെയും കൊന്നുകൊണ്ടിരിക്കുന്ന ഫിറോവിന്റെ നടപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു അതിനൊരു സാഹചര്യം ഒരുക്കും എന്ന വിധത്തില് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാക്ക് ദൈവികമായി ഒരു ബോധ്യം ഉണ്ടാക്കപ്പെടുകയാണ്. ആ ബോധ്യം ഉണ്ടാക്കപ്പെട്ട സംഗതിയെ ഖുർആൻ ഔഹ എന്ന് പറഞ്ഞുകൊണ്ട് വിവരിക്കുകയാണ്. അവർക്ക് നാം വഹി നൽകി എന്ന വിധത്തിൽ. അതിനപ്പുറത്തേക്ക് മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാക്ക് ഒരു പ്രവാചകൻ എന്നുള്ള നിലക്ക് സത്യമാർഗത്തിലേക്ക് ജനങ്ങളെ പ്രബോധനം ചെയ്യുന്ന ഒരു ദൗത്യം അള്ളാഹു ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അവരങ്ങനെ നിർവഹിച്ചതായിട്ട് വിശുദ്ധ ഖുർആനില് ഒരു സൂചനയും കാണാൻ കഴിയില്ല. കുഞ്ഞിനെ രക്ഷപ്പെടുത്താനുള്ള ദൈവികമായ ഒരു മാർഗദർശനം അവർക്ക് നൽകപ്പെട്ടു എന്നത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതാണ് വസ്തുത. അതിന്റെ പേരിൽ അവർ പ്രവാചകനോ പ്രവാചകയോ ആവുന്നില്ല. കാരണം പ്രവാചകന്മാര് ഒരു ദൗത്യം നിർവഹിച്ച ആളുകളാണ്. ദൈവിക മാർഗത്തിലേക്ക് ജനങ്ങളെ, വിശേഷിച്ച് ഒരു സമൂഹത്തെ പ്രത്യേകമായിട്ടൊക്കെ അവരെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു ദൗത്യം നിർവഹിച്ച കൂട്ടരാണ് പ്രവാചകന്മാർ. മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മാക്ക് അങ്ങനെ ഒരു റോൾ ഉണ്ടായിരുന്നില്ല. മറ്റൊന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് ഖദീജ റളിയല്ലാഹു അൻഹായുടെ കാര്യത്തിലാണ്. അതുപോലെ ചിലർ ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ കാര്യത്തിലും ഇങ്ങനെ പറയാറുണ്ട്. അവർക്ക് പല ഘട്ടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ വലിയ പിന്തുണയായി മാറുന്ന വിധത്തില് ദൈവികമായ ഇൻറ്റ്യൂഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ നിർണായകമായ ഘട്ടത്തില് സഹായമാകുന്ന വിധത്തിൽ പെരുമാറാനോ ചെയ്യാനോ കാര്യങ്ങൾ നിർവഹിക്കാനോ ഒക്കെയുള്ള ഒരു ദൈവികമായ മാർഗദർശനം അവർക്ക് നൽകപ്പെട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് അവർ പ്രവാചകന്മാരാവുന്നില്ല. പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ ഒരു സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ദൗത്യം നിർവഹിക്കുന്നവരാണ്. അതിനുവേണ്ടി അള്ളാഹു പ്രത്യേകം ചുമതലപ്പെടുത്തിയ ആളുകളാണ്. ഈ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വിധത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയോ ഫാത്തിമ റളിയല്ലാഹു അൻഹയോ ഒക്കെ വളരെ നിർണായകമായ ചില ഘട്ടങ്ങളിൽ ദൈവിക സഹായം അവർക്ക് ഉണ്ടായിട്ടുണ്ടാകാം. അത് നമ്മുടെ കൂട്ടത്തിൽ പലർക്കും പലപ്പോഴും ഉണ്ടാകുന്ന കാര്യം പോലെയുള്ള ഒരു സംഗതി തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യവുമായി അതിന് ബന്ധമുണ്ട് എന്നേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണത്തിന് സഹായകമാവുന്ന വിധത്തിൽ അവർക്ക് ചില റോൾ ഒക്കെ വഹിക്കുന്നതിന്, ചില പങ്ക് വഹിക്കുന്നതിനുള്ള ഒരു സഹായം എന്ന നിലക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം എന്നേ പറയാൻ പറ്റുള്ളൂ. അത് നമുക്ക് തന്നെ
വളരെ നിർണായകമായ സന്നിഗ്ധമായ ഘട്ടങ്ങളിൽ ചില ആശയം മനസ്സിൽ ശക്തമായി രൂപപ്പെട്ടു വരുന്നത്, ചില സഹായകമായ സ്വപ്നങ്ങൾ ഉണ്ടാവുന്നത്, ഇതൊക്കെ സ്വാഭാവികതയുള്ള സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തന്നെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടൊന്നും ആരും പ്രവാചകന്മാരാവാറില്ല, ആവുകയും ഇല്ല. ഇമ്രഅത്തു ഫിറഔൻ ഇതേപോലെയുള്ള വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. ഫറോവയുടെ അതിഭീകരമായ താണ്ഡവമാടലിന്റെ നാളുകളിൽ അദ്ദേഹത്തിന്റെ സകല ക്രൗര്യവും അനുഭവിച്ചുകൊണ്ട് സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ സന്നദ്ധയായ ഒരു വളരെ അത്യസാധാരണമായ വിശ്വാസദാർഢ്യത ഉണ്ടായിരുന്ന ഒരു സ്ത്രീയായിരുന്നു അവർ. വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളുടെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് എടുത്തു കാണിക്കുന്നത് ഒന്ന് ഈസാ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ മറിയം റളിയല്ലാഹു അൻഹയുടെ കാര്യം, അതുപോലെ ഇമ്രഅത്തു ഫിറഔൻ ആണ്. നേരത്തെ മൂസ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയുടെ കാര്യം പറഞ്ഞ പോലെ മറിയം റളിയല്ലാഹു അൻഹാക്കും അതുപോലെയുള്ള ദൈവികമായ ഇടപെടലുകൾ ഉണ്ടായത് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും അവരാരും പ്രവാചകന്മാരാവുന്നില്ല, അവരൊരു ദൗത്യം നിർവഹിച്ച ആളുകളും അല്ല. അത് അവരുടെ ജീവിതത്തിലെ നിർണായകമായ ഘട്ടങ്ങളിൽ സഹായകമാവുന്ന ചില സംഗതികൾ ഉണ്ടായി എന്നതേ അതിൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഫിറഔന്റെ പത്നിയുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെ ഉള്ളൂ. അതുകൊണ്ടൊന്നും അവര് പ്രവാചകന്മാരാവുന്നില്ല. ഇനി ഔഹ എന്ന വാക്ക് ഉപയോഗിച്ചു എന്നതാണ് അതിന് കാരണമായിട്ട് നമ്മൾ കാണുന്നതെങ്കിൽ, ഈ വഹി നൽകി, നാം വെളിപാട് നൽകിയെന്നോ അല്ലെങ്കിൽ നാം നിർദ്ദേശം നൽകി എന്നൊക്കെയുള്ള അർത്ഥത്തില് ഔഹ എന്ന വാക്ക് ഖുർആനിൽ വേറെയും പലരുടെയും കാര്യത്തിൽ ഉപയോഗിക്കുന്നത് കാണാൻ കഴിയും. സൂറത്തു സൽസലയില് ബി അന്ന റബ്ബക ഔഹ ലഹ, ഭൂമിക്ക് അതിന്റെ റബ്ബ് വഹി നൽകിയ കാരണത്താൽ എന്ന് പറയുന്നത് കാണാൻ കഴിയും. ഭൂമിക്ക് ഇടുകിടെ വിറപ്പിക്കപ്പെടുന്നത് ഭൂമിക്ക് വഹി കിട്ടിയതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിർദ്ദേശം ഭൂമിക്ക് കിട്ടിയത് കൊണ്ട് ഭൂമി അതിന്റെ അന്തർഭാഗങ്ങളിലുള്ളത് മുഴുവനും പുറത്തേക്ക് തള്ളുന്ന ഒരു നാള് വരാനിരിക്കുന്നു. ഇതാണ് അവിടെ പറയുന്ന കാര്യം. അതുകൊണ്ട് ഭൂമി പ്രവാചകനാവുന്നില്ല, അല്ലെങ്കിൽ പ്രവാചകത്വത്തിന്റെ എന്തെങ്കിലും ധർമ്മം നിർവഹിക്കുന്ന ഒരു പ്രതിഭാസമാവുന്നില്ല. അത് നമ്മുടെ തെറ്റായ വായനയാണ്. തേനീച്ചയോട് പർവ്വതങ്ങളിലും അതുപോലെ വൃക്ഷങ്ങളിലൊക്കെ പോയി തേന് ശേഖരിച്ചോളാൻ അള്ളാഹു വഹി നൽകി എന്നതിന്റെ പേരിൽ തേനീച്ച ഒരു പ്രവാചകനാവുന്നില്ല. അത് ഈ ആളുകൾക്ക് കാര്യം മനസ്സിലാക്കുന്നതിനുള്ള യുക്തിബോധം ഫലപ്രദമല്ലാതായി എന്നതേ നമുക്കത് സംബന്ധമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. അത് ദുരുപതിഷ്ഠിതമായ വിധത്തിൽ, സത്യാന്വേഷണ ത്വര മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ട വിധത്തില് വിശുദ്ധ ഖുർആനെ സമീപിക്കുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന വലിയൊരു അപകടമാണ് ഇത്തരം വായനകള് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. പുരുഷ മേധാവിത്വം സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി ഇത്തരം സ്ത്രീകളായിരുന്ന പ്രവാചകന്മാരെ തമസ്കരിക്കുകയാണ് പൗരോഹിത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാളത് വിശദീകരിക്കുന്നതെങ്കിൽ, യഥാർത്ഥത്തില് ഏറ്റവും അപകടകാരിയായ ഒരു പുരോഹിതനായിട്ട് മാറുകയാണ് ഇയാള് എന്നാണ് എനിക്ക് അത് സംബന്ധമായിട്ട് പറയാനുള്ളത്. പൗരോഹിത്യ പ്രവണതകളൊക്കെ ഇസ്ലാമിക സമൂഹത്തിൽ പലപ്പോഴും ഉണ്ട്. ആ പൗരോഹിത്യ പ്രവണതകളിലെ ഒരു പക്ഷെ ഏറ്റവും മോശമായ പൗരോഹിത്യ പ്രവണത കൊണ്ട് നടക്കുന്ന ഒരാളായിട്ടേ ഇദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം ഖുർആൻ ഒരു ഹയറാർക്കി സമൂഹത്തിൽ വെച്ചിട്ടുണ്ട്. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ ചുമതല ഏൽപ്പിക്കപ്പെട്ടവരാണ് പുരുഷന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്, കുടുംബത്തിന് ഒക്കെ ഒരു ക്രമം അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ കാര്യത്തിൽ ഇത് എവിടെയും പറഞ്ഞിട്ടില്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ഖവ്വാമൂൻ എന്നൊരു വിധത്തിൽ ഫضല് നൽകി പുരുഷനെ അള്ളാഹു ഉയർത്തി വെച്ചിട്ടുണ്ട്, ഒരു ഉത്തരവാദിത്വം നൽകിക്കൊണ്ട്. ഒരു പ്രിവിലേജ് അല്ല, പ്രത്യേക അവകാശം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ മീൻ വറുക്കുമ്പോ അയിലയുടെ നടുക്കഷ്ണം തിന്നാനുള്ള ഒരു പ്രിവിലേജ് ഉണ്ട് എന്നല്ല പറയുന്നത്.
കുടുംബത്തിന്റെ സമൂഹത്തിന്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ട ആള് എന്നുള്ള നിലക്ക് പുരുഷന് അള്ളാഹു ഒരു ഉയർന്ന ഉത്തരവാദിത്വം നൽകിയ ഒരവസ്ഥയിൽ ഉയർത്തി വെച്ചിട്ടുണ്ട്. അയാളെ ഒരല്പം ഫضലുള്ളവനായി ആക്കി മാറ്റുന്നത് ആ ഉത്തരവാദിത്തമാണ്. ബിമാ ഫضൽ അല്ലാഹു ബഅലഹു ബഅലഹും ബഅല എന്ന് പറയുന്ന ഒരു പ്രയോഗവും കാണാൻ കഴിയും. അള്ളാഹു ചിലരെ മറ്റു ചിലരെക്കാൾ ശ്രേഷ്ഠതയുള്ളവരാക്കി വെച്ചിരിക്കുന്നു. ആ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ചുമതല ഏൽപ്പിക്കപ്പെട്ടതിന്റെ ശ്രേഷ്ഠതയാണ്. ഇപ്പൊ ക്ലാസ്സിൽ കുട്ടികളുടെ കൂട്ടത്തിൽ ഒരാളെ അധ്യാപകൻ ലീഡറായിട്ട് നിശ്ചയിക്കുന്നത് ആ ലീഡറായി തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടിക്ക് നൽകുന്ന ഒരു ശ്രേഷ്ഠതയാണ്. അതേ സമയത്ത് അത് കാശ് കിട്ടാനോ സ്റ്റൈപ്പൻഡോ സ്കോളർഷിപ്പോ ഒന്നും കിട്ടാനോ ഉള്ള ഒരു വഴിയല്ല. അതൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കലാണ്, ചുമതല ഏൽപ്പിക്കലാണ്. അതുകൊണ്ട് അതിന്റെ ഒരു ആ ഒരു ചുമതല ഏൽപ്പിക്കപ്പെടുന്നതിന്റെ ഒരു ശ്രേഷ്ഠത അയാൾക്ക് ഉണ്ടാകും, അത്രയേ ഉള്ളൂ. അത് ബാക്കിയുള്ളവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ട, ജാഗ്രത കാണിക്കേണ്ട, ചുമതല ഏൽപ്പിക്കപ്പെട്ട ഒരാള് എന്നേ അതിനർത്ഥമുള്ളൂ. ആ നിലക്കാണ് പുരുഷന് അള്ളാഹു നൽകിയിട്ടുള്ള ഫضല്. അത് അള്ളാഹു വെച്ചൊരു ഹയറാർക്കിയാണ്. ഇത് മനസ്സിലാക്കാതെ സ്ത്രീയും പുരുഷനും ഒരുപോലെയാണ് എന്ന് കണ്ണു ചിമ്മിക്കൊണ്ട് ഖുർആൻ ഉൾക്കൊള്ളാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മടയന്മാരായിട്ട് ഇത്തരം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഒരു വ്യവസ്ഥയും സംവിധാനവും ഉണ്ടാകുമ്പോൾ ഏത് യൂണിറ്റിനും ഏതൊരു ഫങ്ഷണൽ ഓപ്പറേഷണൽ ആയിട്ടുള്ള ഒരു സംഘത്തിനും ഒരു നേതാവ് വേണം. ആ വിധത്തിൽ ചുമതല ഏൽപ്പിക്കപ്പെടുന്ന ഒരാള് എന്ന നിലക്കാണ് ഇവിടെ പുരുഷന്റെ കാര്യത്തിൽ അള്ളാഹു സ്ത്രീകളുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അത് മനസ്സിലാക്കാതെ സ്ത്രീ പുരുഷ സമത്വം എന്ന നോൺസെൻസ് പറഞ്ഞു നടക്കുന്ന ഒരു കാര്യം യഥാർത്ഥത്തിൽ അത് ഫൂളിഷ് ആയ ഒരു ആശയമാണ്. ഒരിക്കലും വർക്ക് ചെയ്യാത്ത ഒരു ആശയമാണ്. ഒരു സംഘമാണെങ്കിൽ ഒരു നേതാവ് വേണം. നേതാവ് ആവാൻ യോഗ്യതയുള്ള ആളെ നേതാവാക്കുമ്പോഴാണ് അത് പ്രവർത്തനക്ഷമമാവുക. അതിന്റെ അർത്ഥം അയാൾ കൂടുതൽ പ്രിവിലേജ്ഡ് ആണെന്നല്ല, ചുമതല ഏൽപ്പിക്കപ്പെട്ട ആളാണ് എന്നാണ്. അത് മനസ്സിലാക്കാതെയാണ് ഇവര് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പൗരോഹിത്യത്തിന്റെ സംഭാവനയൊന്നുമല്ല, ഇത് അള്ളാഹു വെച്ച വ്യവസ്ഥയാണ്. അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കാതെ വിശുദ്ധ ഖുർആനിൽ ഒരിടത്തും ഈ പറയുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള, അതായത് സ്ത്രീയെ കുറിച്ച് ഖവ്വാമൂന അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രയോഗമോ ഉപയോഗിച്ചത് ഖുർആനിൽ ഒരിടത്തും കാണാൻ കഴിയില്ല. പുരുഷനെ പോലെ പുരുഷന്റെ കാര്യത്തിൽ മാത്രമാണ് അത് പറഞ്ഞിട്ടുള്ളത്. അത് അവർക്കൊരു പ്രത്യേകമായ ചുമതല അള്ളാഹു ഏൽപ്പിക്കുന്ന കാര്യമാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പല പുരുഷന്മാരും ആ ചുമതലയെ തെറ്റിദ്ധരിച്ച് പ്രിവിലേജായി പ്രത്യേകമായ അവകാശമുള്ളവരായി, ഞാൻ ആണാണ്, ഞാൻ നിങ്ങളുടെയൊക്കെ മുകളിൽ നിൽക്കേണ്ടവനാണെന്നൊക്കെയുള്ള വർത്താനം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ മേക്കെട്ട് കയറുന്നുണ്ടെങ്കിൽ അത് ഖുർആൻ അവർ തെറ്റായി മനസ്സിലാക്കുന്നു എന്ന് മാത്രമേ അതിനെപ്പറ്റി പറയാൻ കഴിയുള്ളൂ. ഖുർആൻ ഏൽപ്പിച്ചത് ചുമതലയാണ്, ഉത്തരവാദിത്തമാണ്. അത് പ്രത്യേക അവകാശമാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റിദ്ധാരണ മാത്രമാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന, തെറ്റായി വിശദീകരിക്കുന്ന ആളുകൾ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ കാലഘട്ടത്തിലും ഉണ്ട്. അതുകൊണ്ട് ശരിയായത് പറയുന്ന, സത്യം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഖുർആന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അത് വിശദീകരിക്കുന്ന ആളുകളെ കേൾക്കാനും വായിക്കാനും ശ്രമിക്കുക എന്നത് മാത്രമാണ് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധ്യമായത്. കാരണം ഈ ആളുകൾ എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്യും, അതവിടെ ഉണ്ടാവുകയും ചെയ്യും. പലർക്കും അത് മാർഗഭ്രംശം ഉണ്ടാകാൻ കാരണമാവുകയും ചെയ്യും. അതൊക്കെ ഈ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. ആളുകൾ കണ്ണു തുറക്കാൻ സന്നദ്ധരാവുക എന്നത് മാത്രമേ അതിന് വഴിയുള്ളൂ. അപ്പോ മറ്റൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. ഈ ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് മൊയ്തീൻ കുട്ടി ആണ്. ഖുർആൻ ആയത്തുകളുടെ എണ്ണം ചെറുപ്പം മുതൽ ശീലിച്ചിട്ടുള്ളത് 6666 എന്നതാണ്. ഇപ്പോ ആധുനികരായ പണ്ഡിതന്മാര് 6236 എണ്ണമാണ് പറയുന്നത്. ഈ അന്തരം എങ്ങനെ ഉണ്ടായി, എങ്ങനെ
ആയത്തുകളുടെ എണ്ണം കുറഞ്ഞു, നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 6666 ആയത്തുകളാണ് ഖുർആനിലുള്ളത് എന്ന് ചിലര് പറഞ്ഞിരുന്നത്. തെറ്റായി ആരോ പറഞ്ഞത് പലരും അത് പരിശോധിക്കാതെ ഏറ്റുപിടിച്ച് അങ്ങനെ പോയതാണ് എന്നതാണ്. അത് ഖുർആനിൽ പല സാങ്ക്യമായ അത്ഭുതങ്ങളും മിറക്കിൾസും ഉണ്ട് എന്നതുകൊണ്ട് ഖുർആനിലെ പല ആയത്തുകളുടെയും എണ്ണം, അതുപോലെ അക്ഷരങ്ങളുടെ എണ്ണം ഇതിലൊക്കെ വലിയ അജായിബ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ആരോ ഒരാൾ 6666 എന്ന് പറഞ്ഞതിൽ ആ എണ്ണത്തിന്റെ ഒരു കൗതുകം കണ്ടുകൊണ്ട് അത് പിന്നെ പരിശോധിക്കാതെ അങ്ങനെ ആളുകൾ ഏറ്റുപിടിച്ച് പോയതായിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ എണ്ണത്തിന്റെ ഒരു പ്രത്യേകത കാരണമായിട്ട് അത് ആളുകൾ പരിശോധിക്കാനേ നിന്നിട്ടില്ല. 6666 എന്ന് പറയുമ്പോൾ അതിലൊരു കൗതുകം ഉണ്ടല്ലോ. യഥാർത്ഥത്തിൽ അത് പരിശോധിച്ചാൽ ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അത്രയും ആയത്തുകൾ ഖുർആനിലില്ല. 6236 ആയത്തുകളേ ഉള്ളൂ ഖുർആനിൽ. നിലവില് ലോകത്തെല്ലായിടത്തും ലഭ്യമായ ഖുർആന്റെ പതിപ്പുകളിൽ ഈ വിധത്തിലുള്ള ഒരു ക്രമീകരണമാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ആരെങ്കിലും ആയത്തുകൾ ചിലയിടത്ത് മുറിച്ച് ആയത്തുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് 6666 തികക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ തികക്കാനൊക്കെ പറ്റിയെന്ന് വരും. അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം ഈ ഡിവിഷൻ ഒക്കെ ആളുകൾക്ക് ചെറിയ ഇടപെടൽ നടത്തി അങ്ങനെ ആക്കിയൊക്കെ നോക്കാൻ കഴിയും. കാരണം ഖുർആനില് ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ഒരു വാചകമല്ല. ഒരു ആയത്ത് എന്ന് പറഞ്ഞ ഒരു വാചകമല്ല. ചിലപ്പോ ഒരു ആയത്തില് ധാരാളം വാചകങ്ങൾ ഉണ്ടാകും, ചിലപ്പോ ഒരു വാചകം തികച്ചുണ്ടാവുകയില്ല. നമ്മള് പലപ്പോഴും തെറ്റായി ധരിച്ചു വെക്കാൻ ഇടയുള്ളത് ഒരു ആയത്ത് എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണ വാചകമാണ് എന്നതാണ്. അതിന് ഒരു വാചകം തുടങ്ങുന്ന വിധത്തിലുള്ള ഒരു തുടക്കവും അവസാനിക്കുന്ന വിധത്തിലുള്ള ഒരു ഒടുക്കവും ഉണ്ട് എന്നുള്ള ഒരു ധാരണ പലർക്കും ഉണ്ടാവും. അങ്ങനെയല്ല. ഖുർആനിൽ ചില ആയത്തുകൾക്ക് ഒരുപാട് വാചകങ്ങളുള്ള അവസ്ഥയൊക്കെ ഉണ്ട്. അത് നമ്മൾ ഇന്ന് സ്വീകരിച്ചിട്ടുള്ള ടൈപ്പോളജിക്കൽ ആയിട്ടുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ടല്ല ഖുർആന്റെ രചന. ഇന്നത്തെ പുസ്തക രചനയിലൊക്കെ നമ്മൾ കാണുന്ന ഒരു വാചകം, ഇപ്പൊ ഇംഗ്ലീഷിലാണെങ്കിൽ ഒരു ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങി ഒരു ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുക, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ അല്ലെങ്കിൽ ഒരു എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിക്കുക എന്നൊക്കെ ഉള്ളതാണ് വാചക ഘടനയുടെ ഇപ്പോഴത്തെ സ്വീകരിക്കപ്പെട്ടിട്ടുള്ള റൂൾസ്. പക്ഷെ ഖുർആൻ അവതരിക്കുന്ന കാലത്ത് അങ്ങനത്തെ ഡിവിഷൻ ഒന്നുമില്ലല്ലോ. ഖുർആൻ അങ്ങനെ ഒന്നും ഫോളോ ചെയ്യുന്നുമില്ല. പക്ഷെ ഖുർആനിൽ യാതൊരു ആശയക്കുഴപ്പവും ഇല്ലാതെ വാചകത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാതെ തന്നെ റൺ ഓൺ ആയിരിക്കെ തന്നെ ആ വാചക ഘടന മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവും ഇല്ല. അത് ഖുർആന്റെ ഒരു വലിയ പ്രത്യേകത കൂടിയാണ്. അപ്പോൾ ചില ആയത്തുകൾക്ക് വേണമെങ്കിൽ നമുക്ക് അവിടെയും ഇവിടെയൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് എണ്ണം കൂട്ടാനൊക്കെ സാധിക്കും. കാരണം 4ഉം 5ഉം വാചകങ്ങൾ അടങ്ങിയ ആയത്തുകളൊക്കെ ഉണ്ട്. അതിൽ കൂടുതലുള്ളതും ഉണ്ട്. ഇപ്പൊ ആയത്തു ദൈനെടുത്ത് ആ നിലയ്ക്ക് ഒരു ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ ഒരൊറ്റ ആയത്തില് വിശുദ്ധ ഖുർആനിലെ 282 സൂറത്തുൽ ബഖറയിലെ 282 ആയത്ത് നമുക്കൊരു 10ഓ 15ഓ ഒക്കെ ആക്കി മാറ്റാൻ കഴിയും. ഒരു 15 ആയത്തൊക്കെ ആക്കിയിട്ട് അതിനെ മുറിച്ച് വീതം വെച്ചാൽ ആശയപരമായിട്ട് യാതൊരു പ്രശ്നമില്ലാതെ തന്നെ നമുക്കത് ആ നിലക്ക് കാണാൻ സാധിക്കും. പക്ഷെ അങ്ങനെയല്ല. അത് തുടക്കം മുതൽ തന്നെ നിശ്ചയിക്കപ്പെട്ട ഒരു ക്രമം അനുസരിച്ച് ആണ് ഖുർആന്റെ ക്രോഡീകരണവും അതുപോലെ തന്നെ അതിന്റെ പുസ്തക രൂപത്തിലുള്ള സജ്ജീകരണമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ആയത്തുകൾ നഷ്ടപ്പെട്ടു എന്ന വിധത്തിലുള്ള ഒരു ചിന്തയിലേക്ക് പോകാൻ മാത്രം ഗൗരവമുള്ള ഒരു പ്രശ്നമല്ല ഇത് എന്നതാണ്. ആരോ ഒരാള് തെറ്റായി 6666 എന്ന് പറഞ്ഞു തുടങ്ങി, അത് പലരും പരിശോധിക്കാതെ അങ്ങനെ കൊണ്ടു നടന്നു എന്നതിനപ്പുറത്തേക്ക് യാതൊരു പ്രാധാന്യവും ഈ എണ്ണത്തിനില്ല. 6236 ആയത്തുകളാണ് നിലവിൽ നമുക്ക് ഖുർആനില് അതിന്റെ ക്രോഡീകൃതമായ രൂപത്തിൽ കാണാൻ സാധിക്കുക. മറ്റത് ഒരു തെറ്റിദ്ധാരണയുടെ കാരണത്താൽ ഉണ്ടായി വന്നിട്ടുള്ള ഒരു സംഗതിയാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, ഒരു ചോദ്യം, ഇത് മൊയ്തീൻ കുട്ടി തന്നെ ഉന്നയിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്.
അദ്ദേഹം പറയുന്നത് ഇത് ഖുർആൻ നമ്മളിവിടെ നടന്നു വരുന്ന ക്ലാസ്സുമായി ബന്ധമുള്ള ഒരു ചോദ്യമല്ല. സാധാരണ സുന്നി പള്ളികളിലെ ബാങ്ക് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞാണ് ജമാഅത്തുകാരുടെയും മുജാഹിദുകളുടെയും പള്ളിയിൽ ബാങ്ക് വിളിക്കാറുള്ളത്. മഗ്‌രിബ് 3 മിനിറ്റ് നേരത്തെയാണ്, ഫജ്ർ 5 മിനിറ്റ് നേരത്തെയാണ്. ഇങ്ങനെയൊക്കെയാണ്. ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ കലണ്ടർ അനുസരിച്ചാണെന്നാണ് അവർ മറുപടി പറയുന്നത്. നോമ്പുകാലത്ത് ഉൾപ്പെടെ ഇത് പ്രയാസം സൃഷ്ടിക്കുന്നു. ഏതാണ് ശരി, എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം. അത് കേരളത്തില് സമീപകാലത്ത് വളരെ അധികമൊന്നും വർഷങ്ങളായി കാണൂല ഉണ്ടായി വന്നിട്ടുള്ള ഒരു പ്രശ്നമാണിത്. മുസ്ലിം സമൂഹം ഈ ഇങ്ങനെ സംഘടിതരാകുന്ന ഒരു പ്രക്രിയയിൽ വിഘടിതരുമായിട്ടുണ്ടല്ലോ. പല സംഘടനകളിലേക്ക് സംഘടിതരായി അവര് സംഘടിച്ചു വന്നു എന്ന അതിന്റെ മറ്റൊരു അർത്ഥം അവര് ആന്തരികമായി വിഘടിച്ചു പല വിഭാഗങ്ങളായി മാറി എന്നതാണ്. അങ്ങനെ ഒരു പ്രവണത മുസ്ലിം സമൂഹത്തെ പിടികൂടിയിട്ടുണ്ട്. അതിന്റെ ഫലമായി ഉണ്ടായി വന്നിട്ടുള്ളത് കൂടിയാണത്. യഥാർത്ഥത്തില് ഈ ബാങ്കിന്റെ മഗ്‌രിബിന്റെ സമയം അല്പം വൈകിട്ടാണ് ചില പള്ളികളിൽ കൊടുക്കുന്നത് കാണാൻ കഴിയും. അത് നോമ്പ് തുറക്കുന്ന ആളുകൾക്കൊക്കെ അസ്തമയം ആയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന സൂക്ഷ്മതയ്ക്ക് വേണ്ടി വൈകിക്കുകയാണ് എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അതുപോലെ ഫജറിന്റെ ബാങ്ക് അല്പം നേരത്തെ കൊടുക്കുന്ന ഒരു പ്രവണതയും അത്തരം പള്ളികളിലുണ്ട്. അതും ഫജറിന്റെ സമയം ആവുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കലൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി, അത്താഴം കഴിക്കലൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി ഒരു ലേശം നേരത്തെ തന്നെ അതൊക്കെ നിർത്തിക്കോട്ടെ എന്നുള്ള നിലക്ക് നോമ്പിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി സൂക്ഷ്മത കാണിച്ചുകൊണ്ട് നേരത്തെ ബാങ്ക് കൊടുക്കുന്നതായിട്ട് ആണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോ ഈ വ്യത്യാസപ്പെടുത്തല് പിന്നെ ഒരു ഘടനാപരമായ ഒരു വ്യത്യാസമായി മാറുന്നത് ഈ സംഘടനാപരമായ അകൽച്ച സമുദായത്തിനകത്ത് വളരെ ആഴത്തിൽ തന്നെ ഉണ്ടായി വന്നിട്ടുള്ളത് കൊണ്ടാണ്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇങ്ങനെ പ്രിസിഷൻ ഉള്ള വിധത്തില് ഉള്ള ഒരു സംവിധാനമല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ബാങ്കിന്റെയും നോമ്പിന്റെയും ഒന്നും ആധാരമായിട്ടുള്ളത്. നമുക്ക് ആസ്ട്രോണോമിക്കലായ കാൽക്കുലേഷൻസ് സാധ്യമായതു മുതല് നോമ്പിന്റെ ഈ നമസ്കാരത്തിന്റെ സമയം നിർണയിക്കുന്നതിന് ഒരു കൃത്യത പാലിക്കാൻ സാധിച്ചു എന്നത് സമീപകാലത്ത് മാത്രം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു നേട്ടമാണ്. അത് ഒരു ദുരന്തമാക്കി മാറ്റുകയാണ് ഇവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. നോമ്പ് പിടിക്കുന്നതിന് അത്താഴം കഴിക്കുന്നത് ബാങ്കും ഫജറിന്റെ ബാങ്ക് കൊടുക്കുന്ന അതിന്റെ മുന്നേ തന്നെ കൃത്യമായിട്ടാകണം എന്നുള്ള ഒരു കണിശത എല്ലാ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫജറിന്റെ ബാങ്ക് വിളിച്ചതിന് ശേഷവും കുറച്ചൊക്കെ സമയമുണ്ട് എന്നുള്ള തോന്നലാണ് ഉണ്ടാവാറുള്ളത്. അതിന്റെ ഉപോത്ബലകമായ ചില കാര്യങ്ങൾ ഖുർആനിലെ ചില ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് പറയില്ല. സൂക്ഷ്മതയ്ക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജറിന്റെ സമയമാവുന്നതിന്റെ ഒരു 50 ആയത്തെങ്കിലും ഓതാൻ സമയമുള്ള സമയത്താണ് ഈ ഭക്ഷണം കഴിക്കലൊക്കെ അവസാനിപ്പിക്കാറുണ്ടായിരുന്നത്. അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം ഖുർആൻ തിലാവത്ത് ചെയ്യാനുള്ള സമയമുള്ള വിധത്തിൽ തന്നെ അത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. പിന്നെ ഈ ബാങ്കിന്റെ കാര്യത്തില് നമുക്ക് പ്രായോഗികമായി സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സംഗതി, നമ്മൾ ആദ്യം കേൾക്കുന്ന ബാങ്ക് അങ്ങ് സ്വീകരിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് ഒരു ഇടപെടൽ നടത്തി അവസാനിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഒന്ന്. രണ്ടാമത്തത്, സമയത്തിന് ബാങ്ക് കൊടുക്കുന്ന ആളുകള് സമയമായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. മറ്റൊരു വൈകിക്കുന്നത് സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയാണല്ലോ. സൂക്ഷ്മത ആളുകൾ പാലിക്കേണ്ട ഒരു കാര്യമാണ്. അത് ബാങ്കിന്റെ സമയത്തില് സൂര്യൻ അസ്തമിക്കുന്ന സമയവും സൂര്യൻ ഉദിക്കുന്ന സമയം ഇതൊക്കെ വൈകിച്ചുകൊണ്ട് നമുക്ക് സൂക്ഷ്മത ഉണ്ടാക്കാൻ കഴിയില്ല. സൂക്ഷ്മത ഓരോ ഇൻഡിവിജ്വൽസും ഓരോ വ്യക്തികളും പാലിക്കേണ്ട ഒരു കാര്യം മാത്രമാണ്. അത് സൂര്യനെ വൈകിക്കാനോ സൂര്യന്റെ ഉദയത്തെ വൈകിക്കാനോ അല്ലെങ്കിൽ സൂര്യന്റെ അസ്തമയത്തെ വൈകിക്കാനോ ഒന്നും ഇപ്പം നമുക്ക് പറ്റൂല. അപ്പൊ ബാങ്ക് വിളിക്കേണ്ടത്
സൺസെറ്റിന്റെ സമയം ആസ്ട്രോണോമിക്കൽ ആയിട്ട് എപ്പോഴാണോ കൃത്യതയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ സമയത്താണ്. വൈകി ബാങ്ക് കൊടുക്കുന്നത്, മഗ്‌രിബിനൊക്കെ വൈകി ബാങ്ക് കൊടുക്കുന്നത് ചിലര് സൂക്ഷ്മതയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അവര് ആ സൂക്ഷ്മത നിലനിർത്തിക്കോട്ടെ എന്ന് വിചാരിക്കുകയാണ് അതിലേറ്റവും എളുപ്പമുള്ള ഒരു കാര്യം. ബാങ്ക് കൊടുക്കുന്നത് ആദ്യമായിട്ട് എവിടുന്നാണോ ബാങ്ക് കേൾക്കുന്നത് അത് മാനദണ്ഡമായിട്ട് സ്വീകരിക്കുക. കാരണം എന്റെ അറിവിൽ പെട്ടെടുത്തോളം ആരും നേരത്തെ ബാങ്ക് കൊടുക്കുന്നില്ല. ആദ്യം ബാങ്ക് കൊടുക്കുന്ന ആള് സമയം ആയതിനു ശേഷമാണ് കൊടുക്കുന്നത്. വൈകി കൊടുക്കുന്നത് സൂക്ഷ്മതയ്ക്ക് വേണ്ടി വൈകിക്കുന്നതാണ്. അതുകൊണ്ട് ആദ്യത്തെ ബാങ്ക് എവിടുന്ന് കേട്ടാലും നമ്മൾ അത് ഏത് പള്ളിയിൽ നിന്നാണ്, സുന്നിയാണോ മുജാഹിദാണോ ജമാഅത്താണോ എന്നൊന്നും പരിശോധിക്കാൻ നിൽക്കേണ്ടതില്ല. ആദ്യം കേൾക്കുന്ന ബാങ്ക് നമുക്ക് മാനദണ്ഡമായിട്ട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഇതാണ് അതിൽ പ്രായോഗികമായിട്ടുള്ള ഒരു വഴി എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, അത് ഒരാളും സമയമാകുന്നതിന് മുമ്പ് ബാങ്ക് കൊടുക്കുന്നില്ല. ചിലര് വൈകിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ താല്പര്യം സൂക്ഷ്മത പുലർത്തുക എന്നതാണ്. ആ സൂക്ഷ്മത ബാങ്ക് കൊടുക്കുന്നതിലല്ല വേണ്ടത്. ഓരോരുത്തരും അവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നതിൽ അവര് വേണ്ട സൂക്ഷ്മത പാലിക്കുകയാണ് വേണ്ടത്. അത്രയേ ഉള്ളൂ. ബാങ്ക് ഉദയം അസ്തമയം ഇതൊക്കെ അതിന്റെ സമയത്ത് നടക്കണം. ആരെങ്കിലും വൈകി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവർക്കൊരു സംതൃപ്തി നൽകുന്നുണ്ടാകാം ഒരുപക്ഷെ, അല്ലാഹു ആലം. എന്തായാലും നേരത്തെ ആരും കൊടുക്കുന്നില്ല എന്നത് ഞാനും പരിശോധിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ്. മുസ്ലിങ്ങളുടേതല്ലാത്ത തന്നെ സ്രോതസ്സുകൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് സൂര്യന്റെ ഉദയ സമയം അതുപോലെ സൂര്യന്റെ അസ്തമയ സമയം ഒക്കെ ഇപ്പോ നാസയുടെ കലണ്ടറിലൊക്കെ കാണാൻ കഴിയും. അതിൽ സൂര്യന്റെ ഉദയ സമയം അസ്തമയ സമയമൊക്കെ അതിൽ നമുക്ക് കണ്ടെത്താൻ പ്രയാസമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം കേൾക്കുന്ന ബാങ്ക് തന്നെ നമുക്ക് സ്വീകരിക്കുകയാണ് ഏറ്റവും ഉത്തമമായത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ചില ചോദ്യങ്ങൾ കൂടി ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മളുടെ ഈ ചർച്ചയ്ക്ക് വേണ്ടി ഒരു ദിവസം കൂടി നീക്കി വെക്കാം എന്ന് സൂചിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.